ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീ 2025 പഠിക്കുന്ന ഒരുപാട് മക്കൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്, മാം ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തരുമോ. അതായത് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട്, വേറെ കോഴ്സ് പഠിച്ചുകൊണ്ട് നീറ്റിൻ്റെ പ്രിപ്പറേഷൻ സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകുന്നവരുണ്ട്, ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നീറ്റിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ തരാനാണ് ഞാൻ വന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്ന് ഒരു ഇത് ഞാൻ പറയില്ല, ബിക്കോസ് നിങ്ങൾ ഓരോരുത്തരുടെയും കോളേജ് ടൈമും ജോലി ടൈമും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുകയാണ്, ഒരു ദിവസത്തിൽ നിങ്ങളുടെ മണിക്കൂറുകളെ നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മളുടെ കോളേജ് ടൈം അല്ലെങ്കിൽ നമ്മളുടെ ജോലി സമയം, ഇനി ഇതല്ല കോച്ചിങ്ങിന് പോകുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്കും ഫുൾ ടൈം റിപ്പീറ്റ് ചെയ്യുന്ന മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ക്ലാസ് ടൈമിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 9 മണി മുതൽ 5 മണി വരെയുള്ള സമയം 9 AM to 5 PM നമ്മൾ നമ്മുടെ കോളേജ് ടൈമായിട്ടോ അല്ലെങ്കിൽ ജോലി ടൈമായിട്ടോ വെക്കുകയാണ്. ചിലർക്കത് 4 മണി വരെ ഉണ്ടാവുള്ളൂ, അല്ലെ, ഡിഫറെൻ്റ് ആയിരിക്കും. 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം, വൈകിട്ടുള്ള സമയം നമ്മൾ ട്രാവൽ ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാൻ പോവാണ്. അതായത് വീട്ടിലേക്ക് വരുന്നു, അവിടെ ഒരു 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തിയാൽ ഒരു 1 hour നമ്മൾ റെസ്റ്റ് എടുക്കാനും റിലാക്സ് ചെയ്യാനും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ സ്റ്റഡിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ഈ ടൈം ടേബിളിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റഡി സ്ലോട്ട്സ് ആയിട്ട് തിരിക്കുകയാണ്. ഇടയ്ക്ക് പഠിക്കുന്നു, ബ്രേക്ക് എടുക്കുന്നു, അങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഒരു 7 മണി മുതൽ 8:15 വരെയാണ് നമ്മളുടെ ആദ്യത്തെ സ്ലോട്ട്. ആ സ്ലോട്ടിൽ നമ്മൾ ബയോളജി, അതായത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്നാണെന്നറിയോ, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റഡി സ്ലോട്ടിൽ എപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ നോക്കുക. കാരണം നിങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്ന ഒരു സമയമായിരിക്കും. റിലാക്സ്ഡ് ഒക്കെ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ അപ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസും ഉന്മേഷവും തരും. അപ്പോൾ ബാക്കി സ്ലോട്ടുകളും ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ അതേസമയം നിങ്ങൾക്ക് അറിയാത്ത ഒരു സ്ലോട്ട്, ഓൾറെഡി എൻഡ് ഓഫ് ദ ഡേ ആണ്, നിങ്ങൾ കോളേജൊക്കെ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഫിസിക്സ് എടുത്തു, ഫിസിക്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അന്നത്തെ ഫുൾ നമ്മുടെ സ്റ്റഡി സ്ലോട്ട് ഡിസ്റ്റർബ്ഡ് ആയിപ്പോൾ. സോ അതുകൊണ്ട് മക്കൾ ഇത് ശ്രദ്ധിക്കാം. ഫസ്റ്റ് സ്ലോട്ട് 7 മുതൽ 8:15 വരെയുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി സ്ലോട്ടിൽ നമുക്ക് ഈസിയുള്ള, നമുക്ക് കോൺഫിഡൻസ് ഉള്ള ടോപ്പിക് എടുക്കുന്നു. ഓക്കെ, എസ്പെഷ്യലി ബയോളജി ആണല്ലോ, ജനറലി എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും, അല്ലേ. അപ്പോൾ ബയോളജി എടുക്കുക, നമ്മൾ NCERT വായിക്കുന്നു. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വായിച്ച് പഠിക്കുന്നു. അതിനുശേഷം അപ്പം 7 to 8 നമ്മൾ വായിക്കും. നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും വായിക്കാം. നമ്മൾ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്നവരാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള സമയമില്ല. ഒരു ചെറിയ ടോപ്പിക്ക്, ഒരു ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിലും അവസാനത്തെ 15 മിനിറ്റ് 8 മുതൽ 8:15 വരെയുള്ള സമയം നമ്മൾ അതിനെ ബേസിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ 1 minute per ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻ ചെയ്യാം. ചിലർക്ക് 10 ക്വസ്റ്റ്യൻ ആണെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു മിനിമം ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ചെയ്തോ. നിങ്ങളുടെ സ്പീഡ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ബട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, വെറുതെ വായിച്ചു പോവരുത്. എത്ര ചെറിയ ടോപ്പിക്ക് പഠിച്ചാലും അതിനെ ബേസിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മക്കൾ ചെയ്തു നോക്കണം. അതിനുശേഷം നമ്മൾ 8:15 മുതൽ 8:30 വരെ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു. ആ സമയത്ത് ചിലരൊക്കെ ഡിന്നറൊക്കെ കഴിക്കുന്നത് അപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലർക്കൊന്ന് എണീറ്റൊന്ന് നടക്കാം, ഒരു ചെറിയൊരു റിഫ്രഷിങ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമ്മുടെ 8:30 മുതൽ 9:30 വരെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്ലോട്ട് എന്ന് പറയുന്നത്. 8:30 to 9:30 PM സ്ലോട്ട് 2. അവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ഈസി സബ്ജക്റ്റ് ആണ്. അതായത് കെമിസ്ട്രിയോ ഫിസിക്സോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ടോപ്പിക് എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ നിങ്ങൾ ആ ടോപ്പിക്ക് നല്ലപോലെ വായിക്കുന്നു. NCERT വായിക്കാം, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്നു, 1 hour റീഡിങ്. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോട്ട് 2 എന്ന് പറയുന്നത് 1 hour സ്ലോട്ടാണ്, 8:30 to 9:30 PM. അപ്പം ഞാൻ പറയുക, നിങ്ങളൊരു 45 മിനിറ്റ്സ് വായിച്ചിട്ട് 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, കാരണം ബയോളജിക്ക് നമ്മൾ നല്ലപോലെ തിയറി വായിക്കണം, തിയറിറ്റിക്കൽ റീഡിങ് വേണം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്താൽ മതി. പക്ഷേ ഫിസിക്സിനും കെമിസ്ട്രിക്കും നമ്മൾ കുറച്ച് റീഡ് ചെയ്താലും മാക്സിമം ന്യൂമറിക്കൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾ അതിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവുക. അപ്പോൾ മാക്സിമം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുശേഷം 9:30 to 10 PM നിങ്ങൾക്ക് ഡിന്നർ ബ്രേക്ക് എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് വിശക്കുന്നവരാണെങ്കിൽ ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് ബ്രേക്ക് എടുക്കാം. അല്ലെങ്കിൽ 9:30 to 10 ആണ് ഞാൻ ശരിക്കും ഇതിൽ ഡിന്നർ ബ്രേക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒരു 10 to 10:30 നമ്മൾ നേരത്തെ വായിച്ചില്ലേ, ഫിസിക്സ് കെമിസ്ട്രി ഏതാ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ വായിച്ചില്ലേ, അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഓൾറെഡി 45 മിനിറ്റ്സ് വായിച്ചു, നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് നോക്കി, റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാണ്. 10:30 ശേഷം, ഓക്കെ, അതായത് 10:30 നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ഫുൾ റിവിഷനൊക്കെ സെറ്റാക്കി ഒരു 10:30 to 10:45 വരെയുള്ള സമയം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ അടുത്ത ദിവസത്തേക്കുള്ള ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ അടുത്ത ദിവസം എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ദ ടാർഗറ്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ,
ഒരു ലിസ്റ്റായിട്ട് നമ്മൾ എഴുതി വെക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ 10:45 ആയില്ലേ, എന്നിട്ട് 11 o'clock വരെ നമുക്ക് നടക്കാം, ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളോ കോളേജിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഓക്കെ, ഒരു 11 മണിയാവുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു. സോ അഗെയിൻ നിങ്ങളുടെ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ചിലർക്ക് അതിരാവിലെ എണീറ്റ് ട്രാവൽ ചെയ്യേണ്ടവരുണ്ടാകും. അടുത്ത ദിവസം നിങ്ങൾക്ക് കോളേജും ജോലി സ്ഥലമൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് എണീറ്റ് ഒരു 1 hour, സേ നിങ്ങളൊരു 7 മണിക്ക് എണീക്കുന്നു, 6 മണി പോലും ഞാൻ പറയില്ല, ചിലർ അതിലും നേരത്തെ എണീക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു 6:30ക്ക് എണീക്കുന്നു, 6:30ക്ക് എണീറ്റ് ഒരു 7 മണിയോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 7 to 8 ഒരു 1 hour നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഈ പ്രീവിയസ് നൈറ്റ് നമ്മൾ നോക്കിയ സബ്ജക്ട്സ് മുഴുവനില്ലേ, ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ 4 സബ്ജക്റ്റ് ഒരു ദിവസം നോക്കണം, അങ്ങനെ ഒരു ഇതും നമ്മുടെ സ്റ്റഡി പ്ലാനിലില്ല. ഒരാഴ്ചയെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിക്കാം മക്കളെ. അതായത് മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം മൺഡേ ട്യൂസ്ഡേ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നു, വെനസ്ഡേ തേഴ്സ്ഡേ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നു, ഫ്രൈഡേ സാറ്റർഡേ നിങ്ങൾ ബയോളജി പഠിക്കുന്നു, ഒരാഴ്ച ബോട്ടണി ആണെങ്കിൽ ഒരാഴ്ച സുവോളജി, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ടൈം ടേബിൾ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഒരു ദിവസത്തെ നിങ്ങളുടെ സ്റ്റഡി സ്ലോട്ടിൽ ആദ്യത്തെ സ്ലോട്ടിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ലോട്ടിൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം ആദ്യത്തെ സ്ലോട്ടിൽ ബോട്ടണി പഠിക്കുന്നു, രണ്ടാമത്തെ സ്ലോട്ടിൽ സുവോളജി പഠിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാം. പക്ഷേ ഓരോ സ്റ്റഡി സ്ലോട്ടുകളായിട്ട് ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ ഇട്ട് നമ്മൾ പഠിക്കുമ്പം നമ്മുടെ സമയം പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്നിട്ട് ഈ 10:45 നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞു, ഓക്കെ, 11 മണിയോടെ നിങ്ങൾ ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങി. രാവിലെ എണീറ്റ് ഒരു 1 hour നമ്മൾ തലേദിവസം വായിച്ച കാര്യങ്ങൾ വായിക്കും അല്ലേ? യെസ്. എന്നിട്ട് നമ്മുടെ അന്നത്തെ എന്തൊക്കെയാണ് എനിക്കുള്ളത്, ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്, വാട്ട് ഈസ് ദെയർ ഇൻ മൈ ഡെയിലി ഷെഡ്യൂൾ നമ്മൾ നോക്കും. നമ്മൾ അത് അനുസരിച്ച് നമ്മുടെ പ്ലാൻ ചെയ്യുന്നു, കോളേജിൽ പോകുന്നു, മാക്സിമം കോളേജ് വർക്ക് അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഫിനിഷ് ചെയ്യുക. അഗെയിൻ നമ്മൾ ഈവനിങ്ങിൽ തിരിച്ചു വരുന്നു, ഇതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ടാർഗറ്റ് ഫിനിഷ് ചെയ്തോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് ടാർഗറ്റ് ഉണ്ടാക്കില്ലേ, 10:45 to 11 നമ്മൾ അതല്ലേ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഡേ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സ് നമ്മളവിടെ ടിക്ക് ചെയ്ത് വെക്കണം. സോ ബേസിക്കലി അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. ഇതൊക്കെ നമ്മളുടെ സെൽഫ് അഫർമേഷൻസ് ആണ്. ചിലർ പറയില്ലേ ജേർണലിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന്. അതായത് നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാകുമ്പം, നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾ ജേർണലിങ് ചെയ്യുന്നത്, നമ്മുടെ ഫീലിങ്സ് നമ്മൾ എഴുതി വെക്കുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതൊരു വളരെ റിലാക്സിങ്, സൈക്കോളജിക്കലി ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ, ഒരു സാറ്റിസ്ഫാക്ടറി ഫീലിംഗ് തരാനൊക്കെ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഉറക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാനും ചെയ്യുന്നത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നു, ചെയ്തതിന് ശേഷം അത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. സോ നമുക്ക് തന്നെ നമ്മളിലൊരു കോൺഫിഡൻസ് ആയി. സോ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു. ഇത് നമുക്ക് മൺഡേ ടു സാറ്റർഡേ ചെയ്യാം, മൺഡേ ടു ഫ്രൈഡേ ചെയ്യാം, സൺഡേസ് ഒരു ദിവസം വീക്ക്ലി 1 day നിങ്ങൾ ഫുള്ളി എക്സാംസിന് വേണ്ടി മാത്രം, എക്സാം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് അത് നിങ്ങൾക്ക് ചെയ്യാം. മാക്സിമം സൺഡേ റെസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് ഫുള്ളി റിലാക്സ് ചെയ്യാതെ ഒരു 1 hour എങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക എപ്പോഴും ഈ സൺഡേ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമില്ലേ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ സമയം, ആ ഉച്ച കഴിഞ്ഞിട്ടുള്ള അവേഴ്സ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോക്ക് പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതായത് ആ ആഴ്ച ഇപ്പം നിങ്ങളൊരു 2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു എന്ന് വിചാരിക്കാം. ആ 3 ചാപ്റ്റേഴ്സിനെ ബേസിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ 1 day വീക്ക് എൻഡിൽ ഒരു ദിവസം ചെയ്തു നോക്കുന്നു. സോ ബേസിക്കലി ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില ദിവസം നമുക്ക് വയ്യാണ്ടാവും അല്ലേ, കോളേജും ഇതൊക്കെ കഴിഞ്ഞ് കുറേ ആക്ടിവിറ്റീസൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കോളേജിലെ വർക്കുകൾ കുറേ വരും, അവിടുത്തെ എക്സാംസ് വരും. ചിലപ്പോൾ നമുക്കിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് യു ആർ മേക്കിംഗ് ആൻ എഫേർട്ട് ആൻഡ് ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, മൾട്ടി ടാസ്കിങ് പോസിബിൾ അല്ല. യു ക്യാൻ ഡൂ ഇറ്റ്. ഓക്കെ, ആൻഡ് അതിലൊക്കെ ഒരുപാട് നിങ്ങൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. സോ ആൻഡ് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. നല്ലൊരു പ്ലാനോട് കൂടി പോയാൽ മതി. സോ ഐ ഹോപ്പ് ദി സ്റ്റഡി പ്ലാൻ വാസ് ഹെൽപ്ഫുൾ. സോ സ്റ്റേ ആൻഡ് നിങ്ങൾക്ക് ഇനി ഇതിനും എന്താ പറയുക ഫർദർ ഹെൽപ്പിനായിട്ടുള്ള ഒരുപാട് ഡെയിലി ഷെഡ്യൂൾസും ടിപ്സും ട്രിക്സും സ്ട്രാറ്റജീസും ഒക്കെ ആയിട്ട് മാം വരുന്നുണ്ടാകും. പിന്നെ മക്കളോട് പറയാനുള്ളത് അഗെയിൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ, ഇങ്ങനെയുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ധീര ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബിക്കോസ് ചിലപ്പോൾ എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾ ഈ 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ വായിച്ച് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, 1.5 to 2 hours ഉള്ള ക്ലാസ് തന്നെയാണ്.
അപ്പം നിങ്ങൾ ഒരു ടോപ്പിക്ക് ഫുൾ ഇരുന്ന് വായിക്കുന്നതിന് പകരം ആ ക്ലാസ് കണ്ട് വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കാരണം ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് വരിക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരുമിച്ചിരുന്ന് പഠിക്കുന്നവരുണ്ടാകും. സോ ഒരിക്കലും നിങ്ങളെ തന്നെ എക്സോസ്റ്റ് ചെയ്യാത്ത രീതിയിൽ എൻ്റർടൈൻഡ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പം ധീരയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇനി സിലബസ് എനിക്ക് ഒരുവിധ സെറ്റാണ് മിസ്സേ. എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് പോയാൽ മതി, ഒന്ന് ഓവറോൾ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ആൻഡ് ക്വസ്റ്റ്യൻസ് മാത്രം മാക്സിമം ചെയ്താൽ മതിയെങ്കിൽ, കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പഠിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫീനിക്സ് ബാച്ചിലേക്ക് വരാം. അവിടെ നമ്മൾ പെട്ടെന്നാണ് സിലബസ് പോവുക. ആൻഡ് ഓൾസോ ഒരുപാട് ക്വസ്റ്റ്യൻസ്, മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചെയ്യിപ്പിക്കുന്നത്. ഇതിനൊക്കെയുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ ബേസിക് മുതൽ പഠിക്കണം എന്നുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക ധീര ബാച്ചാണ്. ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾ ഈ സ്റ്റഡി പ്ലാനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തില്ലേ, അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാമോ? അതായത് നിങ്ങളുടെ കോളേജ് ടൈമോ സ്കൂൾ ടൈമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സമയമോ അനുസരിച്ച് നിങ്ങൾ ടൈം ടേബിളിൽ വരുത്തിയ മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കായിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലേ, അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ലേ, അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വേറെ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് നോക്കുന്നുണ്ടാകും, അവർക്കും അത് ഫോളോ ചെയ്യാം, അവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ, ലെറ്റ്സ് ബി കൈൻഡ് ടു ഈച്ച് അതർ ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ്, മൈ ഫ്യൂച്ചർ doctors. All the best.